ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ 26 പേരെ മതം ചോദിച്ച് പാകിസ്ഥാൻ തീവ്രവാദികൾ വെടിവെച്ചു കൊന്നതിന്റെ 1-ാം വാർഷികം ഇന്നലെയായിരുന്നു. ദുഃഖത്തോടെയാണ് നമ്മൾ വീണ്ടും ആ ദിനം ഓർത്തത്. നിലവിൽ ജമ്മുവിലെ പഹൽഗാമിൽ 26 പേരുടെ മരണത്തിനിടയാക്കിയ ഭീകരാക്രമണം തടയാൻ പകരം 2 കുതിരക്കാർക്ക് കഴിയുമായിരുന്നു. ആക്രമണത്തിന്റെ തലേന്ന് പാക് ഭീകരർക്ക് അഭയം നൽകിയ പർവേസ് അഹമ്മദ്, ബഷീർ അഹമ്മദ്, ജോദാഗ് എന്നിവർ വിചാരിച്ചിരുന്നുവെങ്കിൽ ഈ ദുരന്തം ഒഴിവാക്കാമായിരുന്നുവെന്നാണ് ഉദ്യോഗസ്ഥർ വ്യക്തമായി പറഞ്ഞത്. 2025 ഏപ്രിൽ 22-നായിരുന്നു രാജ്യത്തെ ഞെട്ടിച്ച പഹൽഗാം ഭീകരാക്രമണം നടന്നത്. പഹൽഗാമിലെ ബൈസരൺ താഴ്വരയിലെത്തിയ ഭീകരർ വിനോദസഞ്ചാരികൾക്ക് നേരെ വെടിവെക്കുകയായിരുന്നു. മലയാളി അടക്കം 25 വിനോദസഞ്ചാരികളും ഒരു നാട്ടുകാരനുമാണ് അന്ന് കൊല്ലപ്പെട്ടത്. ഫൈസൽ ജട്ട് എന്ന സുലൈമാൻ ഷാ, ഹബീബ് താഹിർ എന്ന ജിബ്രാൻ, ഹംസ അഫ്ഗാനി തുടങ്ങിയവരാണ് പാക് ഭീകരായി ആക്രമണം നടത്തിയത്. സംഭവത്തിന്റെ തലേന്ന് പർവേസിന്റെയും ബഷീറിന്റെയും വീട്ടിലാണ് മൂവർ സംഘം തമ്പടിച്ചത്. അത്യാധുനിക ആയുധങ്ങളും കമ്മ്യൂണിക്കേഷൻ ഉപകരണങ്ങളും ഇവരുടെ പക്കലുണ്ടായിരുന്നു. ഉറുദു കലർന്ന പഞ്ചാബിലാണ് സംഘം സംസാരിച്ചതെന്ന് അലിഭായ്, പഹൽഗാം ഭീകരാക്രമണത്തിന് മുഖ്യ സൂത്രധാരനും ലഷ്കർ കമാൻഡറുമായിരുന്ന പാക് ഭീകരൻ സാജിദ് ബഡിനെ കുറിച്ച് പരാമർശം നടത്തിയെന്നും പ്രതികൾ പിന്നീട് മൊഴി നൽകി. ഭക്ഷണം, വിശ്രമം എന്നിവയടക്കമുള്ള സൗകര്യങ്ങൾക്കായി 3000 രൂപയും ഇവർ ഭീകരിൽ നിന്നും കൈപ്പറ്റി. 5 മണിക്കൂർ തങ്ങിയ ശേഷം 21-ന് രാത്രി 10-ഓടെ ഭീകരർ സ്ഥലം വിട്ടുവെങ്കിലും ഈ വിവരം പോലീസിനെയോ ടൂറിസ്റ്റ് അസോസിയേഷനെയോ അറിയിക്കാൻ പ്രതികൾ തയ്യാറായില്ല. ആക്രമണം നടന്ന ദിവസം ഉച്ചയ്ക്ക് 12-ഓടെ ബൈസരണിലെ വേലിക്കെട്ടിന് സമീപം ഭീകരർ ഒളിച്ചിരിക്കുന്നത് ഇവർ കണ്ടിരുന്നു. അത്യാധുനിക ആയുധങ്ങളുമായി എത്തിയവർ ലഷ്കർ കമാൻഡർ സാജിദ് ജട്ടിന്റെ ആളുകളാണെന്നും ഇരുവർക്കും ധാരണയുണ്ടായിരുന്നു. എന്നാൽ ഭീകരരെ കണ്ടിട്ടും പ്രതികൾ ഒരക്ഷരം പോലും ബന്ധപ്പെട്ട അധികാരികളുടെ മുന്നിലേക്ക് അറിയിച്ചില്ല. വിനോദസഞ്ചാരികളെ കുതിരപ്പുറത്ത് പഹൽഗാമിലേക്ക് എത്തിച്ച ശേഷം സാധാരണ ഒന്നും അറിയാത്തവരെ പോലെ ഇവർ രണ്ടുപേരും മടങ്ങി. വൈകിട്ട് കൂട്ടക്കൊലയുടെ വാർത്ത പുറത്തു വന്നതോടെ തങ്ങൾ അഭയം നൽകിയവർ തന്നെയാണ് ഇത് ചെയ്തതെന്ന് ഉറപ്പായ പ്രതികൾ വീടുകൾ ഉപേക്ഷിച്ച് ഒളിവിൽ പോവുകയായിരുന്നു. എന്നാൽ കേന്ദ്രസേന ഇവരുടെ വീടുകൾ തകർത്ത് തരിപ്പണമാക്കി. 2025 ജൂൺ 22-നാണ് NIA ഇവരെ പിടികൂടിയത്. തുടർന്ന് ഡിസംബറിൽ ഇവർക്കെതിരെ കുറ്റപത്രം സമർപ്പിച്ചു. പാകിസ്ഥാനിലെ ബഹാൽപൂർ, റാവൽപിണ്ടിയുടെ ഫോൺ നമ്പറുകളിൽ നിന്നാണ് ഈ ആക്രമണവുമായി ബന്ധപ്പെട്ട വ്യാജ പ്രചാരണങ്ങൾ സോഷ്യൽ മീഡിയയിൽ എത്തിയ അന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയിരുന്നു. അതിനുശേഷമാണ് ജമ്മു കാശ്മീരിലെ പഹൽഗാമിലേക്ക് ജനങ്ങൾ ഒരു തീരുമാനമെടുത്തത്, ഇനി നമ്മൾ തീവ്രവാദികളെ സപ്പോർട്ട് ചെയ്യില്ല എന്ന്. കാരണം കൃത്യമായ ഒരു സന്ദേശം കേന്ദ്ര സർക്കാർ ജമ്മു കാശ്മീരിലെ ജനങ്ങൾക്ക് നൽകിയിട്ടുണ്ടായിരുന്നു. കാരണം തീവ്രവാദികളെ സപ്പോർട്ട് ചെയ്ത, അവർക്ക് ഭക്ഷണവും താമസ സൗകര്യങ്ങളും ഒരുക്കിയ അവരെ എല്ലായ്പ്പോഴും ജമ്മു കാശ്മീരിലേക്ക് ഭീകരാക്രമണം നടത്താനായിട്ട് ആയുധങ്ങളൊക്കെ ഒളിപ്പിക്കാനുള്ള സഹായമൊക്കെ നടത്തിയവരുടെ വീടുകളിൽ കേന്ദ്രസേന തകർത്ത് തരിപ്പണമാക്കുക, അതായത് ബോംബിട്ടും RDX വെച്ചുമൊക്കെ തകർത്ത് തരിപ്പണമാക്കുന്ന ദൃശ്യങ്ങൾ പുറത്തേക്ക് വന്നിരുന്നു. അവരുടെ മുന്നിൽ വച്ച് തന്നെ കേന്ദ്രസേന ഒരു ദയയും ദാക്ഷിണ്യവും ഇല്ലാതെ തകർത്ത് തരിപ്പണമാക്കി. കാരണം ഇനി നിങ്ങൾ തീവ്രവാദികളെ സപ്പോർട്ട് ചെയ്താൽ, തീവ്രവാദികൾക്ക് നിങ്ങൾ ജമ്മു കാശ്മീരിന്റെ മണ്ണിൽ ഉറങ്ങാനോ അല്ലെങ്കിൽ കഴിക്കാനോ കുടിക്കാനോ പോലും ഭക്ഷണമോ വെള്ളമോ നൽകിയാൽ നിങ്ങളുടെ അവസ്ഥ ഇതായിരിക്കുമെന്ന് ഇന്ത്യൻ സൈന്യം വ്യക്തമായ ഒരു സന്ദേശം കേന്ദ്ര സർക്കാർ നൽകിയതോടുകൂടിയാണ് ജമ്മു കാശ്മീരിലെ ജനങ്ങൾ, പഹൽഗാമിലെ കച്ചവടക്കാർ അടക്കം ഒരു ദൃഢപ്രതിജ്ഞ എടുത്തത്. ഇനി നമ്മൾ ജമ്മു കാശ്മീരിലെ ജനങ്ങളെ, അല്ലെങ്കിൽ അതായത് ജമ്മു കാശ്മീരിൽ തീവ്രവാദവുമായി ബന്ധപ്പെട്ട് വരുന്നവരെ നമ്മൾ ഒരു തരത്തിലും അവരെ സപ്പോർട്ട് ചെയ്യില്ല. ജനങ്ങളുടെ സുരക്ഷയാണ് ഇനി നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം ആയി നൽകാൻ പോകുന്നത്. കാരണം ഈ തീവ്രവാദവുമായി ബന്ധപ്പെട്ട് ജമ്മു കാശ്മീരിൽ 2-3 ആഴ്ചയോളം അല്ലെങ്കിൽ 1 മാസത്തോളം അവിടെ കച്ചവടമൊന്നും നടത്താതെ നിരോധാജ്ഞ പ്രഖ്യാപിച്ച് കംപ്ലീറ്റ് അടച്ചിടുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയപ്പോൾ അന്നന്ന് അധ്വാനിച്ച് ജീവിക്കുന്നവർക്ക് ഇത് വലിയ തിരിച്ചടിയായി. അതോടുകൂടിയാണ് അവർ ഇനി ജമ്മു കാശ്മീരിൽ തീവ്രവാദികൾക്ക് നമ്മൾ ഒരു ഇടം കൊടുക്കില്ല, അല്ലെങ്കിൽ അവരെ നമ്മൾ സംരക്ഷിക്കുക പോലും ഇല്ല എന്ന് ഒരു ദൃഢപ്രതിജ്ഞ അവർ എടുത്തത്.